ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടി പറസിറ്റിയിൽ 4 വയസ്സുള്ള മകനെയും അമ്മയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പ്രദേശത്തെയാകെ കടുത്ത ദുഃഖത്തിലും ഞെട്ടലിലുമാക്കി. പണിക്കൻകുടി പറവസിറ്റി സ്വദേശിനി പെരുമ്പള്ളിക്കുന്നിൽ രഞ്ജിനി, മകൻ ആദിത്യൻ എന്നിവരാണ് ദുരന്തത്തിന് ഇരയായത്. അമ്മ മകനെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയതാകാം എന്ന പ്രാഥമിക നിഗമനത്തിനാണ് വെള്ളത്തുവൽ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ദാരുണമായ സംഭവം ഒരു കുടുംബത്തിന്റെ സ്വകാര്യ ദുരന്തത്തിനപ്പുറം ആധുനിക സമൂഹത്തിലെ കുടുംബ ബന്ധങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. രഞ്ജിനിയുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമ്പോൾ ഭർത്താവ് ഷാലറ്റിന് ലഭിച്ച ഒരു ഫോൺ കോൾ ദുരന്തത്തിന്റെ സൂചന നൽകിയിരുന്നതായി വ്യക്തമാക്കുന്നു. ജോലിയിലായിരുന്ന ഷാലറ്റിനെ വിളിച്ച് രഞ്ജിനി ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനം അറിയിച്ചതായാണ് വിവരം. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഷാലറ്റാണ് വീടിനുള്ളിൽ രഞ്ജിനിയെയും മകനെയും അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അദ്ദേഹം അയൽവാസികളുടെ സഹായം തേടുകയും മകനായ ആദിത്യനെ വേഗത്തിൽ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. രഞ്ജിനി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്നാണ് പോലീസ് നിഗമനം. സംഭവ സ്ഥലത്തെ പ്രാഥമിക പരിശോധനയിലും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും രഞ്ജിനി മകനെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കിയതാകാനാണ് സാധ്യതയെന്ന് വെള്ളത്തുവൽ പോലീസ് അറിയിച്ചു. ഇരുവരുടെയും മരണകാരണം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. വിഷം ഉള്ളിൽ ചെന്നാണോ അത് മറ്റു വഴികളിലാണോ മരണം സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നിലവിൽ വ്യക്തതയില്ല. സംഭവത്തെ തുടർന്ന് വെള്ളത്തുവൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഇരു മൃതദേഹങ്ങളും തുടർ നടപടികൾക്കായി അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിശദമായ ഫോറൻസിക് പരിശോധനകൾക്കായി വീടും പരിസരവും പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. രഞ്ജിനിയുടെ മാനസികാവസ്ഥ, കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടലുകൾ എന്നിവയെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഷാലറ്റിന്റെയും അവിടുത്തെ ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുന്നതോടെ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. പണിക്കൻകുടി പറസിറ്റിയിലെ സാധാരണക്കാരായ കുടുംബമായിരുന്നു രഞ്ജിനിയുടേത്. ഭർത്താവ് ഷാലറ്റ് സാധാരണ ഒരു തൊഴിലാളിയാണ്. 4 വയസ്സുകാരനായ ആദിത്യൻ പ്രദേശത്തെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. അയൽവാസികളും സുഹൃത്തുക്കളും ഈ കുടുംബത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത്. പുറമേ ശാന്തമെന്ന് തോന്നിച്ച ഈ കുടുംബത്തിൽ എന്ത് പ്രശ്നമാണ് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന അമ്പരപ്പിലാണ് നാട്ടുകാർ. കുടുംബ വഴക്കുകളോ മറ്റു തരത്തിലുള്ള തർക്കങ്ങളോ ഈയിടെയായി ഉണ്ടായിരുന്നതായി അയൽവാസികൾക്ക് പോലും അറിവില്ല. എങ്കിലും ഏതാനും ദിവസങ്ങളായി രഞ്ജിനി കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്ന സംശയവും നിലനിൽക്കുന്നു. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ തോന്നണമെങ്കിൽ അവർ അനുഭവിച്ച മാനസിക സംഘർഷം എത്ര വലുതായിരിക്കും എന്ന ചോദ്യം സമൂഹ മനസാക്ഷിയെ അസ്ഥിരമാക്കുന്നുണ്ട്. ഈ ദാരുണ സംഭവം ഒരിക്കൽ കൂടി മാതൃഹത്യയും തുടർന്ന് ആത്മഹത്യയും എന്ന സാമൂഹ്യ പശ്ചാത്തലത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ഭർത്താവുമായി വിഷയം സംസാരിച്ച ശേഷമാണ് രഞ്ജിനി കടുംകൈ ചെയ്തതെന്ന വിവരം മാനസികാരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി കടുത്ത നിരാശയുടെയും പ്രതീക്ഷ ഇല്ലായ്മയുടെയും അവസ്ഥയിൽ എത്തിയതിന്റെ സൂചനയാണ്. വ്യക്തിപരമായ ബന്ധങ്ങളിലെ താളപ്പിഴകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ജോലിയിലെ സമ്മർദ്ദം അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകാറുണ്ട്. നിലവിലെ സാമൂഹ്യ സാഹചര്യത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്തതും സഹായം തേടുന്നതിലെ മടിയും ഇത്തരം ദുരന്തങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട്. രഞ്ജിനിക്ക് നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള കൗൺസിലിംഗോ ചികിത്സയോ ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പണിക്കൻകുടിയിൽ നടന്ന ഈ ദുരന്തം കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ച് സമൂഹത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കേണ്ടതിന്റെ അനിവാര്യത എടുത്തു കാണിക്കുന്നു. സമയബന്ധിതമായ ഇടപെടലുകളും മാനസികാരോഗ്യ പിന്തുണയും വഴി ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവ് പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. പോലീസ് അന്വേഷണത്തിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ മാത്രമേ ഈ ദാരുണ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്ന് വ്യക്തമാവുകയുള്ളൂ.